നെപ്പോളിയൻ്റെ പ്രത്യേകത, നെപ്പോളിയൻ അന്ന് വരെയുള്ള യൂറോപ്യൻ രീതികളോട് എതിരായ വ്യക്തിയാണ്. ഇസ്ലാമിലേക്ക് അദ്ദേഹം ആകർഷിക്കപ്പെട്ടതിൻ്റെ പിന്നിലും അതായിരിക്കും കാരണം. അദ്ദേഹം മുസ്ലിമായി എന്ന വായനയും മുസ്ലിമായിട്ടില്ല എന്നുള്ള വായനയും ഉണ്ട്. ഈ രണ്ട് വായനക്കും അതിന് താല്പര്യങ്ങളുണ്ടാവും. ഞാനത് രണ്ടിനോട് നീതി പുലർത്തുക. ഞാൻ രണ്ട് വായനയും പറയാം. അദ്ദേഹം മുസ്ലിമായിട്ടുണ്ട് എന്ന വായനയും ചരിത്രകാരന്മാർക്കിടയിലുണ്ട്. അല്ല, അദ്ദേഹം മുസ്ലിമായിട്ടില്ല, പക്ഷേ ഒരു ഇസ്ലാമിനോടൊരു സൗമനസ്യം കാണിച്ച ഒരു ഭരണാധികാരിയായിരുന്നു എന്ന വായനയുമുണ്ട്. നമുക്കിപ്പോൾ അദ്ദേഹത്തെ മുസ്ലിം ആകണം എന്നൊന്നും വാശിയില്ല, പക്ഷെ രണ്ട് വായനയുമുണ്ട്. ഇസ്ലാമിനോട് വളരെ മമതയുണ്ടായിരുന്ന ഒരാളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഒക്കെ ഇന്നും കിട്ടാനുണ്ട്. തൻ്റെ ആത്മകഥ ഡയറി കുറിപ്പുകളായി എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. പിൽക്കാലഘട്ടത്തിൽ അതൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഞാൻ ചില ഭാഗങ്ങൾ സൗകര്യം പോലെ കാണിക്കാം. കോഴ്സിക്ക ദ്വീപിൽ ജനിച്ച അദ്ദേഹം യൂറോപ്പിലെ രീതികളൊക്കെ പൊതുവെ അദ്ദേഹത്തിന് അതിന് കാരണം ആ രീതികൾ കൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന, സാധുക്കളായ ജനങ്ങൾക്കുണ്ടാകുന്ന വിഷമം, ആ വിഷമത്തെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാണ് നെപ്പോളിയൻ. അതുകൊണ്ട് ഒരു ഭരണാധികാരി മനുഷ്യർക്ക് നീതി കൊടുക്കണം. സത്യത്തിൽ ജൂതന്മാരുടെ രീതികളോടൊക്കെ എതിരായ ആൾ തന്നെയാണ് നെപ്പോളിയൻ. പക്ഷെ അദ്ദേഹത്തിന് ജൂതന്മാരെ വളരെയധികം ബഹുമാനിച്ചു. എന്തുകൊണ്ട്? ഒരു ഭരണാധികാരി എന്ന നിലയിൽ എല്ലാവരോടും മമതയും ബഹുമാനവും കാണിക്കണം എന്നൊരു നല്ല രീതി, അതൊരു നന്മയാണല്ലോ. അദ്ദേഹം ജൂതനല്ല, ജൂത തൽപരനുമല്ല. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ഇന്ന് യൂറോപ്പിലും അത് കാരണം ഏഷ്യയിലും വന്നിട്ടുള്ള ജൂത വളർച്ചയ്ക്ക് മുഴുവനും അടിസ്ഥാന കാരണം നെപ്പോളിയനാണ്. അതായത് നെപ്പോളിയൻ ജർമ്മനി കീഴടക്കിയപ്പോൾ സ്വതന്ത്രമായി ജർമ്മനിയിൽ എല്ലാ സൗകര്യവും ചെയ്യാൻ വേണ്ടിയിട്ട് നെപ്പോളിയൻ ജൂതന്മാർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. ജൂതന്മാർ ജർമ്മനിയിൽ വസിച്ചു സർവ്വ സൗകര്യങ്ങളോടുകൂടെ. അവിടെ അവർ ബാങ്കുകൾ ഉണ്ടാക്കി, സൗകര്യങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ജർമ്മനി കണ്ട ഏറ്റവും വലിയ ശക്തികളായി ജൂതന്മാർ വളർന്നു. അതാണ് പിൽക്കാലഘട്ടത്തിൽ ഇയാളെയൊക്കെ ചൊടിപ്പിച്ചത്. ആരെ? ഹിറ്റ്ലറെ. അഡോൾഫ് ഹിറ്റ്ലർ ചൊടിപ്പിച്ചത് എല്ലാ സംവിധാനം അവർക്കാണ്, എല്ലാ സുഖം അവർക്കാണ്. അവർ രാഷ്ട്രത്തിന് വേണ്ട ഒരു കാര്യം ചെയ്യുന്നില്ല. അവരെപ്പോഴും ചാരന്മാരാണ്. പക്ഷെ അവരാണ് അനുഭവിക്കുന്നത് എന്നത്. സ്കൂളിൽ പോയി വരുന്ന മെയിൻ ക്യാമ്പ് വായിച്ച ഒരു ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഉണ്ടോ? അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ, ഹിറ്റ്ലറുടെ ആ ആത്മഹത്യയിൽ ഹിറ്റ്ലർ പറയുന്നുണ്ട്. അതായത് സ്കൂളിൽ പോയി വരുമ്പോഴൊക്കെ ജൂത വീടുകളിൽ വളരെ സന്തോഷമായ ഭക്ഷണവും സൗകര്യം നമ്മൾ കാണും. നമ്മളെ വീട്ടിലൊന്നുമില്ല. നമ്മൾ അടിസ്ഥാനപരമായി ജർമ്മനിക്കാരാണ്. അവർ എവിടെ നിന്നൊക്കെയോ കയറി വന്നവരാണ് നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ. പിന്നെ അവർക്ക് എല്ലാ സുഖമുണ്ട്, ഞങ്ങൾക്കൊന്നുമില്ല. ഈ സൗകര്യങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണം നെപ്പോളിയനാണ്. അതുവരെ യൂറോപ്പ് നിരാകരിച്ച ഒരു ജനതയാണ് സത്യത്തിൽ ജൂതന്മാർ. ആ ജൂതന്മാർക്ക് പിന്നീട് നെപ്പോളിയന്റെ കാലഘട്ടത്തിലൂടെയാണ് ഒരു പരിഗണന യൂറോപ്യൻ രാജ്യങ്ങളിൽ വരുന്നത്. അതാണ് യൂറോപ്പിൽ എന്തുണ്ടായത്? യൂറോപ്പിൽ ജൂതായിസം പിന്നീട് വളർന്നു. അത് 1897 അവരുടെ എന്താ പറയുക, സയണിസത്തിന്റെ ഉദ്ഘാടനത്തിന് കാരണമായി. ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. നെപ്പോളിയൻ അവരെ ബഹുമാനിച്ചു എന്നതാണ് കാരണം. അതേസമയത്ത് നെപ്പോളിയൻ ജൂതനുമല്ല, ജൂത തൽപരനുമല്ല. ഒരു പ്രജയോട് എപ്പോഴും മാന്യത പുലർത്തുക എന്ന ഭരണാധികാരിയുടെ ഒരു രീതി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നന്മ അദ്ദേഹത്തിനുണ്ടായിരുന്നു. യൂറോപ്യൻ രീതികളോട് മുഴുവനും ഫ്യൂഡലിസം, യൂറോപ്പിൻ്റെ അടിസ്ഥാനം ഫ്യൂഡലിസമാണ്. അതായത് കഴിവുള്ള ആളുകളുടെ അടിമകളാണ് മറ്റു ജനങ്ങളൊക്കെ. അതിലൊരുപാട് പറയാൻ എനിക്ക് കഴിയും. പക്ഷെ അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയുന്നതിൽ കയറില്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. ഇതൊന്നല്ല യൂറോപ്പിനെ പറ്റി പറയാൻ 10% ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 90% വിഴുങ്ങി. ഇപ്പോൾ ഞാൻ വിഴുങ്ങുക. എന്തുകൊണ്ട്? അത് ചില മതവിഭാഗങ്ങളെ പ്രയാസപ്പെടുത്തുമെന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. സത്യസന്ധമായി ഞാൻ ഇപ്പോൾ യൂറോപ്പിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്കറിയുന്നത് പറഞ്ഞിട്ടില്ല. സത്യത്തിൽ ക്രിസ്തുമതം എന്ന് പറഞ്ഞാൽ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് വരാം. യൂറോപ്പിൽ ചെന്നതോടെ എൻ്റെ മുഴുവനും സ്വഭാവം മാറി. പിന്നെ ഫ്യൂഡലിസത്തെ താലോലിക്കുന്ന മതാധ്യക്ഷന്മാർ വന്നു. അതുകൊണ്ടാണ് ഒരു ഗുണം ഉണ്ടാകാതെ പോയത്. അതാണ് കാൾ മാർക്സ് പറഞ്ഞത് ഒരു നിലക്ക് സത്യമാണ്. പക്ഷെ അത് യൂറോപ്യൻ മതങ്ങൾ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് സംസാരിച്ചത്. ഏഷ്യയിലാണ് കാൾ മാർക്സ് ജീവിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും കാൾ മാർക്സ് അങ്ങനെ പറയുമായിരുന്നില്ല. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രസംഗിക്കേണ്ട. അതങ്ങനെ തന്നെയായിരുന്നു ആരുടെ കാലത്ത്. എല്ലാ കാലത്തും മാർക്സൊക്കെ ജീവിക്കുന്ന കാലത്ത് അങ്ങനെ തന്നെയാണ്.
കൺട്രോൾ എല്ലാവരും അങ്ങനെ ആയിരുന്നു. അപ്പൊ അങ്ങനെ പറയുള്ളൂ, അങ്ങനെ പറയാ. പക്ഷെ ഏഷ്യൻ സംസ്കാരം അങ്ങനെയല്ല. ഫ്യൂഡലിസം ഒക്കെ സത്യത്തിൽ ജമ്മിത്ത വ്യവസ്ഥിതി. എവിടുന്ന ജമ്മിത്തം വന്നത്? യൂറോപ്പിൽ നിന്ന്. അത് ഏഷ്യൻ കൺസെപ്റ്റേ അല്ല. ഒരു മതം മറ്റൊരു മതത്തെ ഹർട്ട് ചെയ്യുക, ഒരു മതം മറ്റൊരു മതത്തെ നിരാകരിക്കുക, ആ ശൈലി ഏഷ്യൻ ശൈലിയേ അല്ല, അത് യൂറോപ്യൻ ശൈലിയാ. ഒരു മതം മറ്റൊരു മതത്തെ പരിഹസിക്കുക, ഒരു മതം മറ്റൊരു മതത്തോട് തർക്കിക്കാൻ നടക്കുക. അപ്പൊ നമ്മൾ മുസ്ലിങ്ങളുടെ ഇടയിലെ പുതിയ പ്രവണതയാണ് എന്ത്? മറ്റു മതങ്ങളോട് തർക്കിക്കുക. അത് ഇസ്ലാം രീതിയല്ല. അപ്പൊ ചില ആളുകൾ പറയും നജ്റാനിലെ ക്രിസ്ത്യാനികളോട് റസൂലുള്ളാഹി തർക്കിച്ചില്ലേ? അവർ നബിയോട് തർക്കിക്കാൻ ഇങ്ങോട്ടല്ലേ വന്നത്? മദീന പള്ളിയിലല്ലേ നബി സ്വീകരിച്ച്? നജ്റാൻ എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2-4 ദിവസം ഒട്ടകം ഓടിച്ചു പോയാൽ എത്താവുന്ന സ്ഥലമല്ലേ? നബി അങ്ങോട്ട് പോയില്ലല്ലോ. അതായത് അവരോട് തർക്കിക്കൽ ആരുടെ ആവശ്യമല്ല? റസൂലുള്ളാഹിയുടെ ആവശ്യമല്ല. എന്നിട്ടും അവരെ എത്രയാ ബഹുമാനിച്ച് ആരാധിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ പോയപ്പോൾ സമ്മതിച്ചില്ലായിക്കോട്ടെ, നിങ്ങൾ ഇവിടെ ആരാധിച്ചോളൂ. എത്രയാണ് ആ ബഹുമാനം? അവരെ നിസ്സാരപ്പെടുത്തിയില്ല. ഇന്ന് മദീനെ ഈ വാദപ്രതിവാദമൊക്കെ അവരെ ചില തർക്കത്തിന് വന്നു. ആ തർക്കത്തിനൊക്കെ വളരെ മനോഹരമായി മറുപടി പറഞ്ഞു. ചിലപ്പോൾ നബിയല്ല മറുപടി പറഞ്ഞതും, മറുപടി പറഞ്ഞത് ജിബ്രീലാണ്. ആയത്തിങ്ങനെ ഇറങ്ങി. ആലി ഇമ്രാനിൽ ഉള്ള ഏകദേശ ആയത്തുകളെല്ലാം അവർ മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ ഇറങ്ങിയതാണ്. റസൂലുള്ളാഹി ആയത്തിങ്ങനെ ഇറങ്ങും, ആ ആയത്തിലുണ്ടാവും എല്ലാം. ഒരു നിലക്ക് മറുപടി പറഞ്ഞത് പോലും ആരല്ല? റസൂലുള്ളാഹി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആയത്തിറക്കിയതാണ്. ആലി ഇമ്രാനിലെ ഏകദേശം 70ഓളം ആയത്തുകൾ അവർ മദീന പള്ളിയിൽ ഉണ്ടായിരിക്കവേ ഇറങ്ങിയതാണ്. വളരെ ബഹുമാനിച്ചു. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾ നമ്മൾ ഓരോ കാര്യത്തിനും തെളിവുണ്ടാക്കുമ്പോഴും ആ തെളിവ് അപൂർണമാകണം. തർക്കിച്ചില്ലേ? തർക്കിച്ചാണ് അങ്ങോട്ട് വന്നു. അവർ അങ്ങോട്ട് പോയില്ല എന്നല്ല, ബഹുമാനിച്ച് നോക്കൂ നിങ്ങൾ. അല്ലാഹു തആലാന്റെ ഒരു തൗഫീഖ്. ഓർത്തഡോക്സ് സിറിയൻ ഓർത്തഡോക്സിന്റെ ബിഷപ്പായിരുന്നു ആര്? വറഖത്ത് ബിൻ നൗഫൽ. നമ്മുടെ നിയോഗം എന്ന പുസ്തകത്തിലുണ്ട്, കൃത്യമാക്കി പറഞ്ഞിട്ടുണ്ട്. മക്കായിലെ ഓർത്തഡോക്സ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ബിഷപ്പാണ് ആര്? വറഖ ഇബ്നു നൗഫൽ. ആ വറഖയാണ് റസൂലുള്ളാഹിനെ സാക്ഷ്യപ്പെടുത്തിയത് നബി തന്നെയാണ്. ലോകാവസാനത്തെക്കൂടെ നബിയാണ് താങ്കൾ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ആരാണ്? വറഖ ഇബ്നു നൗഫലാണ്. അതിനെ സാഹചര്യം ഇസ്ലാം ഉണ്ടാക്കിയത്, അള്ളാഹു ഉണ്ടാക്കിയത് ഒരു ബഹുമാനത്തിന്റെ ഭാഗമല്ല. പക്ഷെ ഈ ബഹുമാനം പിന്നെ യൂറോപ്പിലേക്ക് പോയി. നേരത്തെ യൂറോപ്പിൽ ആ സംസ്കാരം ഒന്നും ഉണ്ടായില്ല. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങനെ. യൂറോപ്പിൽ ഒരു ക്ഷമകെട്ട നാടാണ്. പക്ഷെ അവർ നല്ല വാക്കുകൾ പറയും. വെരി ഗ്ലാഡ് ടു മീറ്റ് യു എന്നൊക്കെ പറയും. നല്ല ഉപചാര വാക്ക് പറയും. പക്ഷെ യൂറോപ്പിന്റെ ഉള്ളിലെ ചതി അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നും ചതിയില്ലാതെ യൂറോപ്പിൽ നിലക്കാൻ കഴിയില്ല. ഇത് കണ്ടിട്ട് സായികെട്ട ഒരു മനുഷ്യൻ, അതാണ് സത്യത്തിൽ നെപ്പോളിയൻ. അങ്ങനെയാണ്. അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെ പറയുമല്ലോ. എൻ്റെ വാപ്പ എന്നോട് മരണം വരെയുള്ളൊരു വസിയത്ത എൻ്റെ ഉമ്മാനോടും എന്നോടും ഒക്കെ നിർത്തിയിട്ട് വാപ്പാൻ്റെ അവസാന കാലത്ത് ഏത് കമ്മിറ്റിക്ക് വന്നാലും ഇശു കൂടണം, പള്ളി കമ്മിറ്റി കൂടണം എന്ന് ഒരാൾ പറഞ്ഞാൽ ഇശു കൂടരുത്. അത് ഏത് നാട്ടിലെ പള്ളി കമ്മിറ്റിയിലും കൂടരുത്. മാസ്റ്ററിന്ന് ഞാൻ എന്നെ കണ്ട് ഈ പള്ളി കമ്മിറ്റിയിൽ എങ്ങാനും കൂടിയത് ഞാൻ മാസ്റ്ററി എന്ന് അറിഞ്ഞാലും എന്നെ വെറുതെ വിടൂല. പള്ളി കമ്മിറ്റി കൂടണ്ട. ഇനി വേറെ എന്തിനു കൂടിക്കോ, പള്ളി കമ്മിറ്റി കൂടരുത്. ഒരു നാട്ടിലെ പള്ളി കമ്മിറ്റിനും എന്നെ കുട്ടിച്ച് കൂടരുത്. വസിയത്ത് അത് മരണം വരെ അമ്മ ഓർമ്മപ്പെടുത്തും ചെയ്യും. ചെയ്തെങ്കിലും പള്ളിൻ്റെ ആളുകൾ വന്നാൽ അമ്മ പറയും, ഓരെന്തിനു വന്നിരുന്നു, എന്തൊരു കാര്യം പറയാൻ പള്ളി കമ്മിറ്റി കൂടുതൽ പറഞ്ഞ ഓർമ്മല്ലേ? അതിനർത്ഥം അത് തെറ്റാണെന്നൊന്നും ആവില്ല. പള്ളി കമ്മിറ്റിയൊക്കെ മോശമാണെന്നാണോ അതിനർത്ഥം? അല്ല. എന്നാൽ ഖുലാസത്തുൽ ഹയ ഒരു ജീവിതത്തിൻ്റെ സാരാംശമാണ്. ഒരു മനുഷ്യൻ മനസ്സിലായില്ലേ? ഒരു മഹലിൽ ഒരു തരം ഫ്യൂഡലിസം അത് കൊണ്ടുവരും. ചിലപ്പോൾ ഒരു മഹലിലെ ഫ്യൂഡൽ ബ്യൂറോക്രാറ്റുകൾ സത്യത്തിൽ ഏത് മഹലിലും കമ്മിറ്റിക്കാരായിരിക്കും. എന്നും അങ്ങനെയാണ്. സത്യമല്ലേ? അതായിരിക്കാം. അയച്ചു കൊടുക്കണ്ട. ഇത് വാപ്പന മരണം വരെ വസിയത്ത.
വലിയ ആളാ, ചെറിയ ആളെന്നല്ല, എൻ്റെ അപ്പര് വലിയ മനുഷ്യനാണ്. അപ്പൊ ചിന്തിക്കണം ഒക്കെ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇതൊക്കെ നീ നെറികേട് കണ്ട് സൈകെട്ടിട്ടായിരിക്കാം. പിന്നെ ശക്തമായ വായനയും, പിന്നെ അതിലേക്ക് ഒരു ജാലകം മനസ്സിന് തുറന്നിട്ടത് ഏഷ്യൻ സംസ്കാരം. ആ ഏഷ്യൻ സംസ്കാരത്തിൽ സ്വീകരിക്കപ്പെടാൻ പറ്റിയ ഒരു സാധനമായി ഇസ്ലാമിനെ ആര് മനസ്സിലാക്കി? നെപ്പോളിയൻ. അതാണ് നെപ്പോളിയന്റെ ചരിത്രം. ഇസ്ലാമുമായി മെമ്മറീസ് ഓഫ് നെപ്പോളിയൻ എന്ന് മെമ്മോറീസ് ഓഫ് നെപ്പോളിയൻ എന്ന് പുസ്തകമുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ ഈ വാർത്തകളൊക്കെ എടുത്തത്. വിശദമായി പറയുന്നുണ്ട്. നെപ്പോളിയൻ എന്ന ഒരു നോവലുണ്ട്. യൂജിൻ ഗാർബറ്റിൻ്റെതാണ് ആ നോവൽ. ആ നോവലിൽ നെപ്പോളിയനെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നെപ്പോളിയൻ തന്നെ ഒരു കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ചരിത്രം, നിലവിലുള്ള ചരിത്രം പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ കുട്ടിയോട് ചോദിക്കാണ്, ആരാണ് സ്പെയിൻ കീഴടക്കിയത്? അപ്പോൾ കുട്ടി പറയും നെപ്പോളിയൻ. ആരാണ് റോം കീഴടക്കിയത്? അപ്പോഴും കുട്ടി പറയും നെപ്പോളിയൻ. ആരാണ് ജർമ്മനി കീഴടക്കിയത്? അപ്പോഴും കുട്ടി പറയും നെപ്പോളിയൻ. ആരാണ് മോസ്കോക്ക് തീയിട്ടത്? അപ്പോഴും കുട്ടി പറയും നെപ്പോളിയൻ. ആരാണ് ഫറോവയുടെ നാട് കീഴടക്കിയത്? ഈജിപ്ത്. അപ്പോഴും കുട്ടി പറയും നെപ്പോളിയൻ. ആരാണ് പോളണ്ടിനെ വെള്ളം കുടിപ്പിച്ചത്? അപ്പോഴും കുട്ടി പറയും നെപ്പോളിയൻ. അതായത് ഞാൻ പറഞ്ഞില്ലേ, 200ഓളം യുദ്ധങ്ങളിൽ നെപ്പോളിയൻ ജയിച്ചു. പിന്നെ യൂറോപ്പ് ഒന്നിച്ച് നെപ്പോളിയനെ തകർക്കാൻ വേണ്ടി മെനക്കെട്ടു. അതിൻ്റെതായ സോഷ്യൽ പൊളിറ്റിക്കൽ കാരണങ്ങളുണ്ടായിരുന്നു. അങ്ങനെ 1815 ജൂൺ 18 നെപ്പോളിയൻ വാട്ടർലോ യുദ്ധത്തിൽ തോറ്റു. ബ്രിട്ടൻ, നെതർലാൻഡ്സ്, റഷ്യ, ഇന്നത്തെ വിയന്ന, ജർമ്മനിയുടെ ചില ഭാഗങ്ങൾ അടക്കമുള്ള മഹാശക്തികൾ ഒന്നടങ്കമാണ് നെപ്പോളിയനെതിരെ അന്ന് പൊരുതിയത്. അതിലും നെപ്പോളിയൻ ജയിക്കേണ്ടതായിരുന്നു. ചില ഭാഗങ്ങളിൽ വാട്ടർലോ യുദ്ധത്തിൽ തന്നെ ചില സന്ദർഭങ്ങളിൽ നെപ്പോളിയൻ ജയിച്ചിട്ടുണ്ട്. പക്ഷേ തോൽക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം നെപ്പോളിയൻ്റെ അമിതമായ ആത്മവിശ്വാസം. ഒരു ഭരണാധികാരി എന്ന നിലയിൽ നെപ്പോളിയൻ്റെ പ്രത്യേകതകൾ, ഞാൻ ഇസ്ലാമിൻ്റെ ബന്ധത്തെക്കുറിച്ച് വരാം. ഇതിനു മുമ്പ് യൂറോപ്പിലെ ആദ്യത്തെ ഭരണഘടന ഫ്രാൻസിൻ്റെതാണ്. അതുണ്ടാക്കിയത് നെപ്പോളിയനാണ്. യൂറോപ്പിലെ ആദ്യത്തെ ഭരണഘടന, യൂറോപ്പിലെ ആദ്യത്തെ ആധുനിക ഭരണഘടന കൊണ്ടുവരുന്നത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ആദ്യമായി വരുന്നത് ഫ്രാൻസിലാണ്. നെപ്പോളിയന്റെ സംഭാവനയാണ്. യൂറോപ്പിൽ ആദ്യമായി ഫ്യൂഡലിസം ഇല്ലാതാക്കിയത് നെപ്പോളിയനാണ്. പിൽക്കാലഘട്ടത്തിൽ പല നാടുകളും വന്നു, പക്ഷെ അടിസ്ഥാനപരമായി ഫ്യൂഡലിസം ഇല്ലാതാക്കിയത് നെപ്പോളിയനാണ്. പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ആദ്യത്തെ ഭരണാധികാരി നെപ്പോളിയനാണ്. അടിസ്ഥാന വിദ്യാഭ്യാസം എല്ലാവർക്കും ഉണ്ടാകണം. പിന്നെ അദ്ദേഹം വളരെ ധീരനായ ഒരു ഭരണാധികാരിയാണ്. 1797 ഇറ്റലി പിടിച്ചെടുക്കുന്നത്. ചെറിയ ഒരു സൈന്യം, വളരെ കുറഞ്ഞ സൈന്യമാണ് ഈ കയ്യിലുള്ളൂ. ഇറ്റലിക്കന്ന് വലിയ സൈന്യമുണ്ട്, പക്ഷേ ആത്മവിശ്വാസം. എന്തുകൊണ്ടെന്ന് അറിയാൻ, നെപ്പോളിയൻ വന്നു. നെപ്പോളിയൻ്റെ കയ്യിൽ അപ്പോൾ കുറഞ്ഞ സൈന്യമേ ഉള്ളൂ. അപ്പോൾ നെപ്പോളിയൻ മുന്നോട്ട് വന്ന് എതിർ സൈന്യത്തോട് പറയുകയാണ്, ഞാൻ നെപ്പോളിയനാണ്, എൻ്റെ ബാക്കിൽ നിങ്ങളെ വിഴുങ്ങാനുള്ള സൈന്യമുണ്ട്, അതുകൊണ്ട് പുറകോട്ട് പോകലാണ്, നിങ്ങൾക്ക് ജീവൻ ആവശ്യമുണ്ടെങ്കിൽ നല്ലത്. നെപ്പോളിയൻ്റെ കയ്യിൽ കുറഞ്ഞ സൈന്യമുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അവർക്ക് ഒന്ന് നെപ്പോളിയൻ എന്ന പേടി, രണ്ട് ഇതും കൂടി പറഞ്ഞപ്പോൾ അവർക്ക് ജീവനല്ലേ വേണ്ടത്. അങ്ങനെ ഇറ്റലി കീഴടക്കുന്നത്. ലോക ചരിത്രത്തിൽ ഇറ്റലി കീഴടക്കിയ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അത് നെപ്പോളിയനാണ്. ഉസ്മാനി ഖലീഫുമാർ ഏകദേശം AD 13-ാം നൂറ്റാണ്ട് മുതൽ AD 19-ാം നൂറ്റാണ്ട് വരെ കഷ്ടപ്പെട്ടതാണ്. കഴിഞ്ഞില്ല. ഞാൻ സുലൈമാൻ അൽ ഖാനൂനിയെ കുറിച്ച് പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സുലൈമാൻ അൽ ഖാനൂനി ഇറ്റലിയുടെ തൊട്ടടുത്ത് വിയന്നയിൽ ഉച്ച മരിക്കുന്നത്. എന്നിട്ട് മയ്യത്ത് ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തു. 2 ഖബറ, ഒന്ന് വിയന്നയിലും ഒന്ന് ഇസ്താൻബുളിലും. അതായത് ഉള്ളിൽ നിന്ന് പെട്ടെന്ന് നശിച്ചു പോകുന്ന സാധനങ്ങളൊക്കെ അവിടെ മറവ് ചെയ്തു, വിയന്നയിൽ മറവ് ചെയ്തു. എന്നിട്ട് മയ്യത്ത് ചില മരുന്നുകൾ പുരട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ മറവ് ചെയ്തു. അഴുകാതിരിക്കാൻ വേണ്ടി മരുന്ന് ഇവിടെ മറവ് ചെയ്തു സുലൈമാൻ അൽ ഖാനൂനി. എന്തുകൊണ്ട്
അവസാനത്തെ യുദ്ധവും ഇറ്റലിയോടാ, ജയിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഇറ്റലിയെ വിറപ്പിച്ച് ഇറ്റലിയെ കീഴടക്കിയ ഭരണാധികാരി ചരിത്രത്തിൽ ഇറ്റലിക്കാർ ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണമുണ്ട്. ഇനി ഒരു സർപ്രൈസായ ഒരു സംഭവം ഇനി ലോകത്ത് നടക്കാനുണ്ട്. ഇറ്റലി വീണ്ടും കീഴടങ്ങും. അത് ഇസ്ലാമിക താരീഖാണ്. ഇറ്റലി കീഴടങ്ങിയിരിക്കും. യൂറോപ്പിലുള്ള വ്യവസ്ഥിതിയുടെ മാറ്റങ്ങൾ, അതായത് മനുഷ്യത്വത്തിന് ഊന്നൽ നൽകുന്ന വ്യവസ്ഥിതി കൊണ്ടുവരും ഇറ്റലിയോടനുബന്ധിച്ച് യൂറോപ്പിൽ മുഴുവനും. അതിന് ഒരാളുണ്ട്. ആ ആളാണ് ആര്? ഇമാം മഹ്ദി. ഒരാൾക്ക് കീഴടക്കാൻ കഴിയാത്ത രാജ്യമാണ് ഇറ്റലി. ഇറ്റലി കീഴടക്കാൻ കഴിയില്ല. ഇറ്റലിയും ആര് കീഴടക്കി? നെപ്പോളിയൻ കീഴടക്കിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടെന്നാൽ കാരണം മതാധ്യക്ഷന്മാരുടെ നിലപാടുകൾക്ക് കടുത്ത വിരുദ്ധനാണ് ആര്. അല്ലെങ്കിൽ മനസ്സിലായില്ല. ഇപ്പോൾ ഒരു ഹോളി എംപയർ തന്നെ പറയാം. ഒരു വിശുദ്ധ സാമ്രാജ്യം അവിടുത്തെ ഒരു ഹോളി എംപയർ എന്നൊക്കെ സ്വാഭാവികമായി പറയാം. അതോടനുബന്ധിച്ച പ്രദേശങ്ങളെ ഒരു വിശുദ്ധി കൽപ്പിക്കുന്നതാണ്. പക്ഷേ ഈ വിശുദ്ധിയുടെ മറവിൽ പല മതാധ്യക്ഷന്മാരും മുതലെടുക്കും. അത് ജനങ്ങൾക്ക് വളരെ പ്രയാസകരമാവും. അതുകൊണ്ടാണ് ഇറ്റലിക്കെതിരെ പടപ്പുറപ്പ് നടത്താൻ നെപ്പോളിയനെ പ്രേരിപ്പിച്ചത്. 1804 35-ാമത്തെ വയസ്സിൽ സ്വയം ചക്രവർത്തിയായി അവരോധിതനായി. സാധാരണയായി എന്ത് ചെയ്യുന്നറിയോ? സാധാരണയായി ആരെങ്കിലും ഒരാളെ അവരോധിക്കുക ചെയ്യുക ചക്രവർത്തിയാക്കിയിട്ട്. പക്ഷെ 1804 35-ാമത്തെ വയസ്സിൽ സ്വയം ഞാൻ ചക്രവർത്തിയാണ്, ഞാനാണ് ചക്രവർത്തി എന്ന് പറഞ്ഞ് സ്വയം അവരോധിതനായി. അതേക്കുറിച്ച് പിന്നീട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ യൂറോപ്പിൽ ഒരു ചക്രവർത്തിയുടെ കിരീടം ആരും ഉപയോഗിക്കാതെ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ഞാനത് എൻ്റെ തലയിലെടുത്ത് വെച്ചു എന്നാണ്. അതായത് ഇന്നൊരു ചക്രവർത്തി എന്ന് പറയാവുന്ന ഒരാൾ യൂറോപ്പിൽ ഇല്ല. പിന്നെ അതിന് യോഗ്യനായ ആൾ ഞാനാണ്. അതുകൊണ്ട് പിന്നെ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം, ഈ മനുഷ്യനെ ഒരു നഷ്ടബോധമില്ലാത്ത മനുഷ്യനാണ്. നഷ്ടബോധവും ഇല്ല. അതും ചില മനുഷ്യർക്ക് ഒരു ഗുണമായിരിക്കും. പക്ഷെ അതുകൊണ്ട് പലതും ഉണ്ടാകും. എന്നാലും റഷ്യ കീഴടക്കാൻ വേണ്ടിയിട്ട് നെപ്പോളിയൻ പോകുന്നത് 6 ലക്ഷം പട്ടാളം കൊണ്ടാണ് റഷ്യ കീഴടക്കാൻ പോയത്. എന്നാൽ തിരിച്ചു വരുന്നത് 40,000 പട്ടാളത്തിന് കൊണ്ടാണ്. അതായത് 5,60,000 പട്ടാളം മരണപ്പെട്ടു. ഇന്ന് അയാൾക്ക് വിഷമമുണ്ടോ? അതും ഇല്ല. അതിന് കാരണം എന്താ? ചില പരാജയങ്ങൾ. റഷ്യയുടെ ക്ലൈമറ്റിനോട് യോജിക്കാൻ ഈ പട്ടാളക്കാർക്ക് കഴിഞ്ഞില്ല. അത് വേറെയാണ്. കോട്ട് കൊടുത്തിരുന്നു നെപ്പോളിയൻ റഷ്യയിലേക്ക് പോയപ്പോൾ. ആ കോട്ടിൻ്റെ ബട്ടൺസ് റഷ്യയിലെ മഞ്ഞ് കൊണ്ടപ്പോൾ ഉരുകിപ്പോയി. അവസാനം കുതിരപ്പുറത്ത് ഇരിക്കുന്ന പട്ടാളക്കാർക്ക് കോട്ട് എപ്പോഴും അടിച്ചു വീശുന്ന കാറ്റാണ്. അങ്ങനെ പലരും മഞ്ഞിൽ മരിച്ചുപോയി. മനസ്സിലായോ? പലരും ക്ലൈമറ്റിൽ സഹിക്കാൻ കഴിയാതെ മരിച്ചു. അതായത് 6 ലക്ഷം പട്ടാളവും കൊണ്ട് റഷ്യ ആക്രമിക്കാൻ വേണ്ടി പോയ മനുഷ്യൻ പിന്നീട് 40,000 പട്ടാളത്തെയും കൊണ്ട് തിരിച്ചു വന്നു എന്ന ചരിത്രത്തിന് ഒരു അത്ഭുതമാണ്. എന്നാൽ അതിൻ്റെ പേരിൽ അയാൾക്കൊരു പ്രശ്നമൊട്ട് ഉണ്ടായതുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു വേറിട്ട മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നെപ്പോളിയനെ നമുക്ക് മനസ്സിലാക്കാം. നെപ്പോളിയനെ നമ്മൾ പ്രധാനമായി പഠിക്കാൻ ഒരു ഭാഗം 1798 അദ്ദേഹം മിസ്റിലേക്ക് നടത്തിയ യാത്രയാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാരണം ഒന്ന് നോക്കൂ. ആ കാരണം നമ്മൾ തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. കാരണം മിസ്ർ ആക്രമിക്കുകയാണ് 1798. പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് ആ ആക്രമണത്തിൽ തന്നെ, അതായത് മിസ്ർ അദ്ദേഹം പിടിച്ചടക്കാൻ ഒരുങ്ങുന്നതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്കൽ കാരണം, അല്ലെങ്കിൽ ഒരു മോറൽ കാരണം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കാരണം എന്ന് പറയാവുന്നത് ഇന്ത്യയിൽ കഷ്ടപ്പെടുകയാണ്. ആര്? ഈ സമയത്ത് ആര്? 1798 മിസ്ർ ആക്രമിക്കുന്നത്, ടിപ്പു സുൽത്താൻ. അപ്പോൾ മിസ്ർ ആക്രമിച്ചാൽ നേരെ മിസ്ർ കിഴക്കാൻ നേരെ ഇങ്ങോട്ട് കയറാം, ഇന്ത്യയിലേക്ക് കയറാം. അന്ന് വരെ മിസ്റിന്റെ മേൽക്കോയ്മ ബ്രിട്ടനാണ്. മനസ്സിലായോ പറഞ്ഞത്? ഒന്ന്
രണ്ടാമത്തത് അന്ന് 1798 കാലഘട്ടത്തിൽ മിസ്റിൻ്റെ ആധിപത്യം അടിസ്ഥാനപരമായിട്ട് ഉസ്മാനികൾക്കാണ്. പക്ഷെ ആ ഉസ്മാനികളോട് കൂടി വലിയ ബന്ധത്തിലാണ് ബ്രിട്ടീഷുകാർ. ഈ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തിയാണ് ഇന്ത്യയെ കഷ്ടപ്പെടുത്തുന്നത് ആര്? ബ്രിട്ടീഷുകാർ. ആ ബ്രിട്ടനോട് യുദ്ധം ചെയ്ത് കഷ്ടപ്പെടുകയാണ് ആ സമയത്ത് ആര്? ടിപ്പു സുൽത്താൻ. 1798 മിസ്രിലേക്ക് കയറി വളരെ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് നെപ്പോളിയൻ അനുഭവിച്ചു. പക്ഷെ 1790 ആ പടക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. 1799 പടക്കളത്തിൽ വെച്ച് ആര് മരിച്ചു? ടിപ്പു സുൽത്താൻ. മനസ്സിലായില്ല. 1798 നെപ്പോളിയൻ ഈജിപ്തിലേക്ക് കയറുന്നത്. ആ പടക്ക് ഇവരെല്ലാം ഉപരോധിച്ച് ആ പടക്ക് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. എങ്ങോട്ട്? ഇന്ത്യയിലേക്ക്. ആ പടയുടെ തുടർച്ചയാണ് 1799 ചരിത്രത്തിലെ ഒരു മഹാത്ഭുത എന്ന നിലയിൽ പടക്കളത്തിൽ വെച്ചിട്ട് രാജാവ് പൊരുതി മരിച്ചു, മഹാനായ ടിപ്പു സുൽത്താൻ. അപ്പൊ ഈ ടിപ്പു സുൽത്താനെ സഹായിക്കാൻ വേണ്ടി ആയിരിക്കാം മിസ്ർ പിടിച്ചെടുക്കാൻ വേണ്ടി നെപ്പോളിയൻ പുറപ്പെട്ടത് എന്നാണ് ചരിത്രത്തിന്റെ ഒരു വായന. 1. 2 മിസ്ർ കയറിയപ്പോൾ മിസ്റിന്ന് പോകാൻ നെപ്പോളിയന് തോന്നിയില്ല. മിസ്ർ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. അന്ന് മിസ്റിലെ അധികാരം മംലൂക്കികൾക്കാണ്. മംലൂക്കികളെ ധീരത അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അതായത് പീരങ്കികളെ മുന്നിലേക്ക് ഒന്നുമില്ലാത്ത മനുഷ്യന്മാർ ഇറങ്ങി നിൽക്കുക, എന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കുക. ഇതാണ് ആ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത്. മിസ്റിൽ വെച്ചാണ് അദ്ദേഹം ഖുർആൻ കാര്യമായി പഠിച്ചത്. 6 മാസത്തോളം ഇവിടെ ചെലവഴിച്ചു. മിസ്റിൽ 6 മാസത്തോളം ചെലവഴിച്ചു. മിസ്റിൽ വ്യക്തമായ ധാരണ. മിസ്റിലെ പണ്ഡിതന്മാർക്ക് അദ്ദേഹം കൊടുത്ത കത്ത് പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഒരു അറബി ഭാഗം ഞാനിപ്പോൾ വായിക്കാം. ഇന്നനി അറാക്കും തഹ്തമൂന വതഹ്സനൂന മിൻ ഇന്തിസാരി ഹത്തൽ ആൻ. ഞാൻ നിങ്ങളെ മേൽ വിജയം നേടി എന്ന കാര്യം നിങ്ങളെ ഇപ്പോഴും വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും നിങ്ങൾക്കിപ്പോഴും എന്നെ വേണ്ടത്ര മനസ്സിലായിട്ടില്ല. ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമുൻ മുവഹിദുൻ, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ മുവഹിദാണ്. വഅലമു നബിയ മുഹമ്മദൻ, ഞാൻ മുഹമ്മദ് നബി ബഹുമാനിക്കുന്ന ആളാണ്. മുസ്ലിമീന, മുസ്ലിമീങ്ങളെ വളരെ സ്നേഹിക്കുന്ന ആളാണ്. വാന്തും ഇല്ല ഞാൻ ഒരു മുസദ്ദിഖീൻ, ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങളെ പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. നിങ്ങളെ പേടിച്ചിട്ടാണ് ഞാൻ മുസ്ലിമാണ്, നിങ്ങൾ എന്നെ തിരിച്ചടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കാന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ മാനക്കും ഷാഹത്തും അയിനിക്കും നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. സമയത്തും ഉദിനിക്കും കൂവത്ത പത്തശി, എൻ്റെ ധീരതയും എൻ്റെ ശക്തിയും എൻ്റെ കഴിവും നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് പിന്നെ എന്തിനാ ഞങ്ങളെ പേടിച്ചിട്ട് ഞാൻ മുസ്ലിം എന്ന് പറയേണ്ട ആവശ്യം? ഞാൻ മുസ്ലിമാണ്, ഞാൻ വഹീദാണ്, ഞാൻ ഏകദൈവ വിശ്വാസിയാണ്. നബിയ മുഹമ്മദൻ ഫഖൗലിലക്കും ഇന്നി ഉഹിബ്ബു നബിയ മുഹമ്മദൻ. ഞാൻ നേടിയ വിജയം നിങ്ങൾക്കറിയാം. എനിക്ക് നബിയെ വല്ലാതെ ഇഷ്ടമാണ്. നബി വല്ലാത്തൊരു ധീരനാണ്, വല്ലാത്ത ധീരനാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ബഹുമാനിക്കുന്ന വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതോടനുബന്ധിച്ച് ഒരുപാട് സംഭവങ്ങളുണ്ട്. മിസ്രിലെ 1798 മിസ്രിൽ കയറുന്ന സമയത്ത് മിസ്രിലെ ഏറ്റവും പ്രധാനം, മിസ്രിനെ പറ്റി നെപ്പോളിയനെ അറിയാം. മിസ്രിലെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും മീലാദുൻ നബിയാണ്. ആ വർഷം അവർ മീലാദുൻ നബി നടത്തിയില്ല. കാരണം പുറത്തുനിന്ന് ഒരാൾ അവരെ കയറി അടിച്ചു, അവർ പരാജയപ്പെട്ടു മിസ്രികൾ, മംലൂക്കികൾ. അപ്പം നബിദിന പരിപാടികൾ മുസ്ലിങ്ങൾ നിർത്തിവെച്ചു. ഒരു നാട്ടിലെന്തില്ല, നബിദിന പരിപാടി ഉണ്ടായില്ല. അവരേറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് എന്ത്? മിസ്രിലെ അന്നും ഇന്നും ഞാൻ ഒരിക്കൽ റബീഉൽ അവ്വൽ 1 മിസ്രിൽ കുടിക്കുന്നത്. അങ്ങോട്ട് അവസ്ഥയാണ് മാറും. മിസ്രിന്റെ മൊത്തം അവസ്ഥ മാറും. ഈ ഫാനൂസ് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. നമ്മൾ പാനീസ് അറിയാം, ഒരു ഫാനൂസ് വിളക്കുകൾ തൂക്കും റോഡ് സൈഡ് മൊത്തം. ഹൽവിയാത്തുൻ ജദീദ ബിമുനാസബത്തി ഷഹരി മൗലിദിൻ നബിയിൽ മുസ്തഫ. ഞാനൊരു ഇത് കണ്ടത്, ഞാൻ ഒരിക്കലും അത് കേരളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്.
അതായത് നെയിൽ നദിക്കരയിൽ 4 ഷട്ടറുള്ളൊരു കട. ആ കടന്റെ മുന്നിൽ എഴുതി വെച്ച് ഞാൻ കണ്ടു. എന്ത്? ഹലവിയാത്തുൻ ജദീദ ബി മുനാസബത്തി മൗലിദിൻ നബിയിൽ മുസ്തഫ. റസൂലുള്ളാഹിന്റെ മൗലിദ് കാരണം പുതിയ എന്ത് ഹൽവിയാത്ത്, മിഠായി, കേക്ക് ഐറ്റംസ് ഒക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. നമ്മൾ വലിയ ബോർഡ്, വലിയൊരു എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വർഷം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നടന്നില്ല. അപ്പൊ ചോദിച്ചു, നെപ്പോളിയൻ ചോദിച്ചു, അല്ലെങ്കിൽ മൗലിദ് നബവി, ഇക്കൊല്ലം എന്താ മൗലിദ് നബവി ഒന്നും ഉണ്ടാവാത്തത് എന്ന്. വലിയ മാതാലൂഹു, അദ്ദേഹം എന്താ നിങ്ങളത് ചെയ്യാത്തത്? അജായിബുൽ ആസാരി ഫി തറാജിമി വൽ അഖ്ബാർ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം 1825 മരിച്ച അബ്ദുറഹ്മാൻ ജബർത്തിയുടെ പുസ്തകമാണത്. അദ്ദേഹം ഈജിപ്തിലാണ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഈ സംഭവം അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് 1798 ഇത് നെപ്പോളിയന്റെ കാലത്ത് ജീവിച്ച ഒരു ചരിത്രകാരനാണ് അദ്ദേഹം. 1756 ജനിച്ച് 1825 ഈ ചരിത്രകാരന്റെ മരണം. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് അജായിബുൽ ആസാരി ഫി തറാജുമി വൽ അഖ്ബാർ എന്ന പുസ്തകം. അദ്ദേഹം ഈജിപ്ഷ്യനാണ്. അപ്പൊ ഈ പുസ്തകത്തിൽ നിന്നാണ് ഇപ്പൊ ഞാൻ ഈ വായിക്കുന്നത്. അദ്ദേഹം ഞങ്ങളടുത്ത് വന്ന് ഈജിപ്തിൽ വന്ന സമയത്ത് മൗലിദ് നടന്നില്ല, റബീഉൽ അവ്വൽ പ്രവേശിച്ചു. അവർ ചോദിച്ചു, സാധാരണയായി നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണോ മീലാദുൻ നബി എന്താ നടത്താത്തത്? ഒരു മാതാലം യഅ്മലൂഹു, എന്താ നിങ്ങളത് ചെയ്യാത്തത്? കായദത്തെയും സാധാരണ ചെയ്യുന്നതല്ലേ? ഫഅതദറ ഷെയ്ഖുൽ ബക്രി, അക്കാലത്ത് ഈജിപ്തിലെ ഏറ്റവും വലിയ ഷെയ്ഖുൽ ബക്രിയാണ്. അദ്ദേഹം പറഞ്ഞു, ബിതഅത്തിൽ ഉമൂരി വതഫഖുഫിൽ അഹ്വാലി, ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ കുറച്ച് മോശമാണ് എന്ന്. വഖാല, അപ്പോൾ നെപ്പോളിയൻ പറഞ്ഞു, ലാ ബുദ്ദ മിൻ ദാലിക, അത് ചെയ്തേ മതിയാകും. വഅതലഹു 300 റിയാൽ ഫ്രാൻസിലെ 300 റിയാൽ, അതായത് 300 അവിടുത്തെ പ്രധാനപ്പെട്ട പൈസ 300 അന്ന് എന്തിനു മതിയാവും, അങ്ങനെ കൊടുത്തു. കനാദിയിൽ എല്ലാ ഏരിയയിലൊക്കെ ഈ വിളക്കുകൾ തൂക്കാൻ വേണ്ടി പറഞ്ഞു. ഫറൻസാവിയത്തു യൗമൽ മൗലിദി, മൗലിദ് ദിവസം ഫ്രാൻസ് പട്ടാളവും പങ്കെടുത്തു. എന്തിന്? മീലാദുൻ നബിയിൽ. മയാദീനും അവരെ മൈതാനികളിലൊക്കെ അവർ കളിച്ചു. വളറബു തുബൂലവും, അവർ ചെണ്ടയടിച്ചു. അവർക്ക് ഈ ലബനാൻ, ഈജിപ്ത് പോലത്തെ പ്രദേശങ്ങളിലൊക്കെ കരിമരുന്ന് പ്രയോഗം, ചെണ്ടയടി ഇതൊക്കെ ഉണ്ടാവും. ഞാൻ പണ്ട് ലബനാൻ നടന്ന സംഭവം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. കരിമരുന്ന് പറ്റിയിട്ട് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിക്ക് വളരെ ഇഞ്ചൂർഡായ ഒരു സംഭവം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ആരാ പ്രസംഗിച്ചത്? ഷെയ്ഖ് യാക്കൂബി തങ്ങൾ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ഭാഗം ഞാൻ ഒരിക്കൽ കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്. നെറ്റിൽ കിട്ടാനുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി ഇഞ്ചൂർഡായ ആ പെൺകുട്ടിയെ പിന്നെ ആശുപത്രി കടത്തിയിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിയെ ചികിത്സിക്കാൻ വേണ്ടി പെണ്ണിൻ്റെ അമ്മ മുസ്ലിങ്ങൾ കളിയാക്കി, നിങ്ങൾ വലിയ കാരുണ്യവാനായ നബിയാന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ അപകടം സംഭവിച്ചല്ലോ എന്ന്. അപ്പോൾ ഈ കുട്ടിയെ കിടത്തിയ മുറിയിലേക്ക് ആര് വന്നു? ഹബീബ റസൂലുള്ളാഹി വന്നു. ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ? അമ്മനോട് അപ്പോൾ വാതിനെ തുറന്നു അമ്മ വരാൻ കഴിയുമ്പം ഇവിടെ പ്രൊഫറ്റ് മുഹമ്മദ് ഇവിടെ ഉണ്ട്. കുട്ടിയെ റസൂലുള്ളാഹി ചികിത്സിച്ചു, ഒരു രോഗം മാറി. ഇത് യാക്കൂബി തങ്ങൾ അമേരിക്കയിൽ പ്രസംഗിച്ചത് ഇന്നും കിട്ടും നെറ്റിൽ. അദ്ദേഹം സിറിയക്കാരനാണ്. യാക്കൂബി അമേരിക്കയിൽ ഒരു വലിയ സദസ്സ് പ്രസംഗിച്ചത്. വേറെ സമാനമായ പ്രസംഗമൊക്കെ കേൾക്കാം. അത് നമ്മുടെ വിശ്വാസമാണ്. ഏത് സമയത്തും ആര് വരാം? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി തങ്ങളുടെ അടുത്തേക്ക് എത്ര വട്ടാണ് ഹബീബ റസൂലുള്ളാഹി വന്നത്? കയ്യും കണക്കുമില്ല. ഒരു മുസ്തഫ നബിയുടെ 24ാമത്തെ പേരക്കുട്ടിയാണ് എൻ്റെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി. അവർക്ക് ഇതൊക്കെ വലിയ വലിയ പരിപാടികൾ നടത്തും. വീട്ടിലേക്ക് എല്ലാവിധ സൗകര്യങ്ങളും നെപ്പോളിയൻ കൊടുത്തയച്ചു. എന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അന്ന് അതിൽ പങ്കെടുത്ത് 1798 മിസ്രിലെ നബിദിന പരിപാടി നടത്തിക്കൊടുത്തത് ഒരു നിലക്ക് ആരാണെന്ന് പറയാം. അന്ന് നെപ്പോളിയൻ നബിദിന ഘോഷയാത്ര നോക്കി നിൽക്കുന്ന സംഭവം പിൽക്കാലഘട്ടത്തിൽ വരക്കപ്പെട്ടിട്ടുണ്ട്. 1798 നബിദിന ഘോഷയാത്ര നെപ്പോളിയൻ ഷെയ്ഖോട് കൂടെ, ഇതാണ് മിസ്രി ഷെയ്ഖ്, ഈ വലിയ തൊപ്പി വെച്ചാൽ മിസ്രി ഷെയ്ഖാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ഈ വൈറ്റ് ഫാൻസിട്ട ആള് നെപ്പോളിയൻ.
1700 ഇത് മുസ്ലിങ്ങൾ നബിദിന ഘോഷയാത്ര നടത്തുക. അതൊക്കെ എപ്പോഴും കിട്ടാനുണ്ട്. എത്രയോ പുസ്തകങ്ങൾ അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നെപ്പോളിയനാണ് ഈ നോക്കിയിരിക്കുന്നത്. ഇത് അവിടുത്തെ ഷേഖുൽ ബക്കരി, അവിടെ പ്രധാനപ്പെട്ട ഷേഖാണ്, ഈ വലിയ തൊപ്പിട്ടാണ്. ഒക്കെ എന്നും കിട്ടാനുണ്ട്, നിങ്ങൾ പിടിച്ചാൽ കിട്ടും. നെപ്പോളിയൻ ആൻഡ് ഇസ്ലാം എന്നൊരു പുസ്തകമുണ്ട്. ക്രിസ്ത്യൻ എന്താ പറയുക, ഷെർഫീൽസിൻ്റെതാണ് ആ പുസ്തകം. ആ പുസ്തകം ഇതൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വേറൊരു പുസ്തകമുണ്ട്, ബോണപ്പാർട്ടെ എറ്റിൽ ഇസ്ലാം, അതൊരു ഫ്രഞ്ച് പുസ്തകം. ഈ ക്രിസ്ത്യൻ ഷെഫീൽസിന്റെ മറ്റൊരു പുസ്തകമാണ്. ഈ പുസ്തകങ്ങളൊക്കെ ഇസ്ലാമുമായുള്ള നെപ്പോളിയന്റെ ബന്ധത്തെ വിശദമായിട്ടുണ്ട്. ഈ നബിദിനത്തോടൊക്കെ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു ഭംഗിയുണ്ട്. തൻ്റെ ക്യാമ്പിൽ കൊണ്ടുപോയി പണ്ഡിതന്മാരെ കൊണ്ട്, വേറെ ചരിത്രമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, തൻ്റെ ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് മൗലിദ് ഓദിച്ചു. അതേ മിസ്രിൽ ഉണ്ടാവുന്ന സമയത്ത് പണ്ഡിതന്മാരെ കൂട്ടി മൗലിദ് ഓദിച്ചു. മനസ്സിലായി? അതായത് റസൂലുള്ളാഹിന്റെ മൗലിദ് കേൾക്കാൻ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. ഡേവിഡ് മൂസ മർദൂക്കിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതൊന്ന് മാഷെ നെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. സാത്താനിക് നോയിസസ് ആൻഷ്യൻ്റ് ആൻഡ് മോഡേൺ എന്ന പുസ്തകമാണ്. ആ പുസ്തകം പറയുന്ന ഒരു ഏരിയ ഞാൻ വായിക്കാം. 1798 12-ാം മാസം 6-ാം തീയതി നെപ്പോളിയൻ ഇസ്ലാം മതം സ്വീകരിച്ചതായും അലി ബോണപ്പാർട്ടി എന്ന പേര് സ്വീകരിച്ച പ്രഖ്യാപിച്ച ഗസറ്റ് നാഷണൽ മോണിറ്റർ യൂണിവേഴ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 1798 ഡിസംബർ 6-ാം തീയതി നെപ്പോളിയൻ ഇസ്ലാം മതം സ്വീകരിച്ചു. രാജ്യത്തെ എല്ലാ ജ്ഞാനികളെയും വിദ്യാസമ്പന്നരായ പുരുഷന്മാരെയും ഒന്നിപ്പിക്കാനും ഖുർആനിന്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഏകീകൃത ഭരണകൂടം സ്ഥാപിക്കാനും എനിക്ക് കഴിയുന്ന സമയം വിദൂരമല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ഇസ്ലാം വിശ്വസിച്ച വേളയിൽ നെപ്പോളിയൻ പ്രഖ്യാപിച്ചു. മുഹമ്മദ് നബി ഒരു മഹാനായ മനുഷ്യനായിരുന്നു, നിർഭയനായ ഒരു പട്ടാളക്കാരനായിരുന്നു. ഒരു പിടി മനുഷ്യരുമായി മുഹമ്മദ് നബി ബദർ യുദ്ധത്തിൽ വിജയിച്ചു. മികച്ച ക്യാപ്റ്റൻ, വാഗ്മി, ഒരു മികച്ച രാഷ്ട്രത്തലവൻ. മുഹമ്മദ് നബി തന്റെ മാതൃരാജ്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. അറേബ്യയിലെ മരുഭൂമിയുടെ നടുവിൽ ഒരു പുതിയ ജനതയെയും പുതിയ ശക്തിയെയും സൃഷ്ടിച്ചു എന്ന് നെപ്പോളിയൻ. അത് എന്താ പറയുക, 1798 നെപ്പോളിയൻ ഇസ്ലാം മതം സ്വീകരിച്ചതിനെ കുറിച്ച് ഫ്രാൻസിന്റെ അക്കാലത്തെ ഗസറ്റ് നാഷണലിലെ മോണിറ്റർ യൂണിവേഴ്സിൽ പ്രസിദ്ധീകരിച്ചതാണ്. ഈ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്നത് റുസ്തും റാസ എന്ന ആളാണ്. അദ്ദേഹം ഒരു മംലൂക്കിയാണ്. അദ്ദേഹം നെപ്പോളിയൻ മിസ്രിൽ പ്രവേശിച്ചത് മുതൽ പിന്നെ 6 മാസം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുപോയി. പിന്നെ ബോഡി ഗാർഡാണ് നെപ്പോളിയന്റെ പ്രധാനപ്പെട്ട ബോഡി ഗാർഡ്. സെയിന്റ് ഹെലനാസിലേക്ക് നാട് കടത്തുന്നതുവരെയും പ്രധാനപ്പെട്ട ബോഡി ഗാർഡ് ഇദ്ദേഹമാണ്, റുസ്തും റാസ. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1783 ജനിച്ചു, 1845 മരിച്ചു. തന്റെ 15-ാം വയസ്സിലാണ് ഈ റുസ്തും റാസയെ കൂടെ കൂട്ടുന്നത്. ആര്? നെപ്പോളിയൻ. 1783 ഇയാൾ ജനിക്കുന്നത്. 1798 നെപ്പോളിയൻ മിസ്രിലേക്ക് വരുന്നത്. അപ്പൊ 15-ാം വയസ്സ് അദ്ദേഹത്തിന്, അന്ന് 15-ാം വയസ്സ്. ആർക്ക്? ഈ റുസ്തും റാസക്ക്. അത് മുതൽ വാട്ടർലൂ യുദ്ധത്തിൽ വരെ ഇയാളുണ്ട്. 1804 അതിന്റെ എല്ലാം കൂടുന്ന ഒരു ഫോട്ടോ ആണിത്. 1804 കിരീടധാരണ ചടങ്ങാണ്. അതിൽ ഈ കാണുന്നത് റുസ്തും റാസയാണ്. ആ മിസിരി തലയൊക്കെ തെറ്റി റുസ്തും റാസയാണ്. ഇത് റഷ്യയിലേക്ക് മാർച്ച് ചെയ്യാണ്. നെപ്പോളിയൻ. അതിലും ഈ തലയൊക്കെ തെറ്റിയ റുസ്തും റാസ ഉണ്ട്. പിന്നീട് ഈ കാണുന്നത് വാട്ടർലൂ യുദ്ധമാണ്. 1815. അതിൻ്റെ ഒരു വരയാണിത്, പെയിന്റിംഗ് ആണിത്. അതിൽ ഈ കാണുന്ന ഇതും റുസ്തും റാസയാണ്. അങ്ങനെ 1798 മുതൽ തന്റെ ബോഡി കാണാൻ, തന്റെ 15-ാമത്തെ വയസ്സ് മുതൽ, പിന്നെ ഏകദേശം 15-ാമത്തെ വയസ്സ് മുതൽ പിന്നെ 32 റുസ്തും റാസയുടെ 32-ാമത്തെ വയസ്സിലാണ്, അതായത് 1815 പിന്നെ എന്താ പറയുക,
നാട് കടത്തുന്നത്. അതുവരെയും റുസ്തം ബോഡി കാണാൻ നെപ്പോളിയൻ്റെ. ഇതാണ് അത്. ഇപ്പൊ സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഡയറി കുറിപ്പുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻ ഈജിപ്റ്റ് ടു ഐ ഹാഡ് ടു സ്റ്റഡി ദ ഖുർആൻ. ഖുർആൻ എനിക്ക് ധാരാളം പഠിക്കാൻ അവസരം ഉണ്ടായി. ഈജിപ്തിലെത്തിയ കാര്യമായ ഖുർആൻ പഠിച്ചു. ഖുർആന്റെ ഇസ്ലാമിക നിയമങ്ങളിലെ പ്രധാനപ്പെട്ട സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ്, മദ്ഹബിന്റെ നിയമങ്ങൾ, ഇതെല്ലാം ഞാൻ ഈ കാലഘട്ടത്തിൽ സ്വായത്തമാക്കി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ താൻ പ്രശംസിക്കുന്ന ഒരുപാട് രേഖകൾ കാണാം. ഈ സാത്തനിക് വോയിസസ് ആൻഷ്യന്റ് ആൻഡ് മോഡേൺ എന്ന ഡേവിഡ് പിക്കോക്കിന്റെ ഈ പുസ്തകം വിശദീകരിക്കുന്ന മറ്റൊരു ഭാഗം. ഇറ്റ് മെൻഷൻസ് ഹിസ് ന്യൂ മുസ്ലിം നെയിം വിച്ച് വാസ് അലി നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്നായി. അതായത് ഡേവിഡ് പിക്കോക്കിന്റെ ആൻഷ്യന്റ് ആൻഡ് മോഡേൺ, സാറ്റനിക് വോയിസസ് ആൻഷ്യന്റ് ആൻഡ് മോഡേൺ എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നത് ഇറ്റ് മെൻഷൻസ് ഹിസ് ന്യൂ മുസ്ലിം നെയിം വിച്ച് വാസ് അലി നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്നാണ്. അലി റളിയല്ലാഹുവിന് വലിയ ഇഷ്ടം, കാരണം വലിയ സൈന്യ തന്ത്രജ്ഞനാണ് അലി. അതുകൊണ്ട് അദ്ദേഹത്തിന് അതന്നെ ഭയങ്കര സൈന്യ താല്പര്യമാണ്. അങ്ങനെ he commends the convention of his general Jacquemenu, who became known as General Abdullah Jacquesmenu, who later married an Egyptian, Siti Zubaydah. അദ്ദേഹത്തിന്റെ നെപ്പോളിയന്റെ ഒരു ജനറൽ ഉണ്ടായിരുന്നു, എന്താ ജാക്വിസ്മെനു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പിന്നെ മതം ഈജിപ്തിൽ വെച്ച് എന്ത് ചെയ്തു? ഇസ്ലാം മതം സ്വീകരിച്ചു. അബ്ദുള്ള ജാക്വിസ്മെനു. ഇങ്ങനെ ഇവര് ഒരു എന്താ പറയാ സീത്തി കുടുംബത്തിൽപ്പെട്ട, സീത്തി കുടുംബം എന്ന് പറഞ്ഞാല് സീത്തി കുടുംബത്തിൽപ്പെട്ട സുബൈദ എന്നൊരു പെണ്ണിനെ ഈ അബ്ദുള്ള ജാക്വിസ്മെനു, പട്ടാൾ ജനറല, ആരുടെ? നെപ്പോളിയന്റെ പട്ടാൾ ജനറലാണ് ജാക്വിസ്മെനു. ഈ ജാക്വിസ്മെനു ഇസ്ലാം മതം സ്വീകരിച്ചു ഈജിപ്തിൽ വെച്ച്. എന്നിട്ട് അദ്ദേഹം ഒരു സീത്തി വുമണായ സുബൈദയെ കല്യാണം. സീത്തി വുമൺ പറഞ്ഞാല് ആ ഭാഷനെ നോക്കി, സയ്യിദത്തി എന്നുള്ള വാക്കിൽ നിന്നാണ് എന്തുള്ളത്? സീതി സയ്യിദത്തി, അതായത് നബി കുടുംബം, റസൂലുള്ളാഹിന്റെ കുടുംബം. റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട സുബൈദ എന്ന പേരുള്ള ഒരു പെണ്ണിനെ അബ്ദുള്ള ജാക്വിസ്മെനു ഞാൻ കല്യാണം കഴിച്ചു. ഇതിനെ വളരെ സന്തോഷപരമായി ഇതിനെക്കുറിച്ച് നല്ല പ്രശംസ. ഈ കമൻസ് ദ കൺവേർഷൻ ഓഫ് ഹിസ് ജനറൽ, തൻ്റെ ജനറലിന്റെ മതം മാറ്റത്തെ പ്രശംസിച്ചു. അലി ബോണപ്പാർട്ട് നെപ്പോളിയൻ എന്ന്. Napoleon did recognize the superiority of the Islamic law. ഇസ്ലാമിക് ലോയുടെ ശ്രേഷ്ഠതയെ നെപ്പോളിയൻ കൃത്യമായും മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഫ്രാൻസിൽ പ്രതിഷ്ഠിച്ചത്. ഫ്രാൻസ് പോലത്തെ രാജ്യത്ത് അതിനൊക്കെ പരിധികളുണ്ട്, എന്നാലും അത് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എടുക്കുന്നത് പിന്നെ എന്താ പറയാ, ഇത് ഞാൻ എടുത്ത് ഡേവിഡ് പിക്കോക്കിന്റെ സാത്തനിക് വോയിസസ് ആൻഷ്യന്റ് ആൻഡ് മോഡേൺ എന്നൊരു പുസ്തകമുണ്ട്. ഒക്കെ ഇന്ന് അടിച്ചാൽ കിട്ടുന്ന സാധനങ്ങളാണ്. Napoleon did recognize the superiority of the Islamic law and did attempt to implement this in his empire. തന്റെ രാഷ്ട്രത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, നടപ്പിലാക്കാൻ പരമാവധി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. മനസ്സിലായില്ല? അതായത് ഇസ്ലാമിക് ലോയുടെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കിയ ഭരണാധികാരിയാണ് ആര്? നെപ്പോളിയൻ. ആൻഡ് ഡിഡ് അറ്റംപ്റ്റ് to implement this in his empire. Most of this, as one can imagine, അതായത് നടപ്പിലാക്കാൻ കഴിയുന്നതിന്റെ പരമാവധി അദ്ദേഹം ചെയ്തു. ഇസ്ലാമിക നിയമങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്തു? ഫ്രാൻസിനൊരു ഭരണഘടന ഉണ്ടായപ്പോൾ ആ ഭരണഘടനയിൽ ഇതൊക്കെ കയറ്റി അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഇതാണ് എന്താ പറയാ ജാക്വിസ്മെനു. കാണാണ് ജാക്വിസ്മെനു, നെപ്പോളിയന്റെ പട്ടാള ജനറൽ. അതിനെക്കുറിച്ചുള്ളൊരു അറബി പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിക്കാം. ഇതേക്കുറിച്ച് പിന്നീട് അറബി താരീഖിലും ഉണ്ട്. ഫക്കർ അൽ ജനറൽ മെനു അഹദു അബ്രസ് ഖാദത്തിൽ
حمل الفرنسية بحكم الأقدمية في محاكاة قائده والاندماج في نسيج الشعب العاصمة في العسكرية التي يحكم فاعتنق الإسلام مدينة الرشيد شمال مصر. വടക്കൻ ഈജിപ്തിലെ റഷീദ് പട്ടണത്തിൽ വെച്ച് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. ആര്? ജാക്കിസ് മേനോൻ, പട്ടാള ജനറൽ. عقد القرآن بعقد شرعي يصنع على اعتناق مينو الإسلام بشهادة نفسه അബ്ദുള്ള ജാക്ക് മേനു എന്ന പേര് സ്വീകരിച്ചു എന്ന് 1799 തുടക്കത്തിലാണ്, മാർച്ചിൽ 1799 1898 അവസാനമാണ്, ഡിസംബറിലാണ് ഈജിപ്തിലേക്ക് ആര് വരുന്നത്? നെപ്പോളിയൻ. മാർച്ചിൽ 6 മാസം അവിടെ നിന്നിട്ടുണ്ട്. അപ്പൊ ഇടയിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടായി. എന്ത്? ജാക്കിസ് മേനോൻ എന്ന തന്റെ പട്ടാള ജനറൽ ഇസ്ലാം മതം വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ബൽ ദഹബ ഇല അബ്അദി മിൻ ഇഅ്തിനാഖിഹി ലിദ്ദീനിൽ ജദീദ് ഇല റഗ്ബത്തി ഫി മുസാഹറത്തി ആയിലത്തിൻ തൻതസിബു ഇല നസ്ലിൻ നബവി ഇല നസ്ലിൻ നബവി, നബി കുടുംബത്തിലേക്ക് ചേർന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് പിന്നെ അബ്ദുള്ള ജാക്കിസ് മേനോൻ കല്യാണം കഴിച്ചത്. അതിനൊക്കെ ഏറെ പ്രശംസിച്ചു ആര്? നെപ്പോളിയൻ. ഇല്ലെങ്കിൽ അദ്ദേഹം ഒരു മതപക്ഷപാതിയോ യൂറോപ്പിന്റെ സ്വഭാവം അനുസരിച്ചോ ആണെങ്കിൽ തലവെട്ടിക്കൊല്ലും. ഹജ്ജിന് വന്ന പട്ടാള കപ്പലിനെ മുഖ്യ ആളാണ് ആര്? അസോളിയമ്മ. മറ്റൊരു ആള് സാത്തനിക് വോയിസസ് ആൻഷ്യൻസ് ആൻഡ് മോഡേൺ എന്ന ഡേവിഡ് പിക്കോക്കിന്റെ പുസ്തകത്തിന്റെ ഫ്രണ്ട് ചട്ടയാണ്. ഈ പുസ്തകത്തിനാണ് ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ എടുത്തത്. മാത്രമല്ല, നെപ്പോളിയൻ്റെ പരിഷ്കരണ പ്രവർത്തന നിയമങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് വോൾട്ടയർ മൊഹാമറ്റ് എന്നൊരു പുസ്തകം എഴുതി. വോൾട്ടയറുടെ കാലഘട്ടം 1694 ജനിച്ച് 1778 വോൾട്ടയർ മരിച്ചു. വോൾട്ടയർ ഒരു ഇസ്ലാമിക വിരുദ്ധനായിരുന്നു. വോൾട്ടയർ മൊഹാമറ്റ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഹബീബ റസൂലാനെ ഇകഴ്ത്താൻ വേണ്ടി. ആ പുസ്തകം പിന്നീട് ഭരണാധികാരിയായി ആര്? നെപ്പോളിയൻ്റെ ആദ്യത്തെ ഭരണപരിഷ്കാരങ്ങളിൽപ്പെട്ടതാണ്. എന്ത്? ആ പുസ്തകം ഫ്രാൻസ് മുഴുവനും നിരോധിച്ചു. ഇന്നിപ്പോൾ ആണെങ്കിൽ അറബികളോട് എണ്ണ കിട്ടണം എന്നൊക്കെ വിചാരിക്കാം. അന്ന് അറബികൾക്ക് തന്നെ അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു കാലമാണ്. അപ്പം ആ പുസ്തകം അദ്ദേഹം യൂറോപ്പിൻ്റെ രീതി അനുസരിച്ചാണ് വോൾട്ടയർ അങ്ങനത്തെ ഒരു പുസ്തകം എഴുതിയത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ട് 1000 വർഷം നബിയെ പ്രശംസിക്കുന്ന ഒരു പുസ്തകം യൂറോപ്പിൽ ഇറങ്ങിയതേയില്ല. നമ്മുടെ തിരുദൂത നിയോഗം എന്ന പുസ്തകത്തിലുണ്ട്, കൃത്യമായി ചരിത്രം കൊടുത്തിട്ടുണ്ട്. 1000 വർഷം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ പ്രശംസിക്കുന്ന ഒരു പുസ്തകം യൂറോപ്പിൽ ഇറങ്ങിയിട്ടേയില്ല. പിൽക്കാലഘട്ടത്തിലാണ് നബിയെ പ്രശംസിക്കുന്ന പുസ്തകം യൂറോപ്പിൽ വരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ 1778 വോൾട്ടയർ മരിക്കുന്നത്. അന്ന് നെപ്പോളിയൻ ഭരണാധികാരിയല്ല. അതായത് 1718 അവസാനമാണ് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എന്താ പറയുക, ഫ്രഞ്ച് റിവോൾട്ടൊക്കെ വരുന്നത്. അതിന് അവസാന ഭാഗത്താണ് ഭരണാധികാരിയാവുന്നത്. ഭരണാധികാരിയാവുന്ന ഉടനെ താൻ നടത്തിയ തൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് വോൾട്ടയറുടെ പുസ്തകം ഫ്രാൻസ് മുഴുവനും നിരോധിച്ചു. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ മോശപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ ഒന്നായിരുന്നു ആ പുസ്തകം. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, അത്രത്തോളം വലിയ ചരിത്രത്തിൽ 2 പക്ഷ വായനയുണ്ട്. അയാൾ മുസ്ലിമിനോട് വലിയ മമത ഉണ്ടായിരുന്നു, പക്ഷെ മുസ്ലിം ആയിട്ടില്ല. എന്നാൽ ഒരു വായന ഇങ്ങനെയുണ്ട്. അദ്ദേഹം അലി ബോണപ്പാർട്ട് എന്ന പേര് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം മാലിക്കി മദ്ഹബിന്റെ ലോസ് മുഴുവനും ഏകദേശ ഭാഗങ്ങളെല്ലാം അദ്ദേഹം ഈജിപ്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മൾ മനസ്സിലായി, ഈജിപ്തിൽ നിന്ന് അദ്ദേഹം എടുത്തു. എന്നിട്ട് അദ്ദേഹം അത് ഫ്രാൻസിൽ സ്ഥാപിച്ചു. അപ്പോൾ ഫ്രാൻസ് അതിനൊന്നും പാകപ്പെടാത്തൊരു നാടാണ്. ഒരു യൂറോപ്യൻ രാജ്യത്തെ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ് ഫ്രാൻസ്. യൂറോപ്യൻ മതത്തിന് ഏറ്റവും സ്വാധീനമുള്ള ഒരു നാടുമാണ്. മാത്രമല്ല 2 പോപ്പ് ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. ഇപ്പോഴാണ് ഇല്ലാതായത്. ചരിത്രത്തിൽ 2 പോപ്പുണ്ട്. ഒന്ന് ഇറ്റലിക്ക്, ഒന്ന് ഫ്രാൻസിന്. 2 പോപ്പുമാർ ചരിത്രം ദീർഘമായ ചരിത്രം യൂറോപ്പിനുണ്ട്. പിൽക്കാലഘട്ടത്തിൽ അതൊന്നായി ചുരുങ്ങിയതാണ്. അതായത് 2 പോപ്പുമാരുണ്ടാവും എന്ന് നൂറ്റാണ്ടുകൾ അനുഭവത്തിൽ 2 പോപ്പുമാരുണ്ടായിട്ടുണ്ട്. ഒന്ന് ഇറ്റലിക്കൊരു പോപ്പുണ്ടാവും, ഫ്രാൻസിന് വേറെ പോപ്പുണ്ടാവും. അങ്ങനെയുള്ളൊരു നാടാണ് ഫ്രാൻസ്. ആ നാട്ടിലാണ് ഇസ്ലാമിക് നിയമങ്ങൾ എടുത്തു വെക്കുന്നത്.
അത് ഇപ്പോഴത്തെ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്നുണ്ട്. എന്ത് ദോദിൽ ഫായിദിന്റെയും ധനയാനുടെയും പ്രശ്നങ്ങളെ വരെ പിന്നീട് അതേക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങളിൽ ഉണ്ട്. എന്ത് ഈ വിഷയത്തിൽ ഫോട്ടോഗ്രാഫർ ശിക്ഷിക്കപ്പെടാൻ കാരണമായി അതിന് ലോ ഉണ്ട്. അതിന് കാരണം മാലിക്കി ലോ അനുസരിച്ച് ഉള്ള നിയമം അന്ന് നെപ്പോളിയൻ നിയമപുസ്തകത്തിൽ സ്ഥാപിച്ചിരുന്നു. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഇന്നും നിലനിൽക്കുന്നുണ്ട് ചില ലോ. അതിൽപ്പെട്ടതാണ് എന്ത്, ഇത്തരം സംഗതികൾ നോക്കി നിൽക്കാൻ പാടില്ല, അവിടെ സ്വന്തം താല്പര്യം ഉപയോഗപ്പെടുത്താൻ പാടില്ല. 1997 ദോദിൽ ഫായിദും പ്രിൻസസ് ഡയാനയും മരിക്കുന്ന ആ ഘട്ടത്തിൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തു എന്നത് ഭീകരമായ ഒരു തെറ്റും തിന്മയുമായി പിൽക്കാലത്ത് കണക്കാക്കപ്പെട്ടു. അതിന് കാരണം മാലിക്കി ലോയുടെ ഫ്രാൻസിന്റെ സ്വാധീനമാണ് എന്ന് പിൽക്കാലഘട്ടത്തിൽ ചരിത്രകാരന്മാർ, ആധുനിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നെപ്പോളിയൻ്റെതാണ്. അപ്പൊ ഇവിടെ നമ്മൾ നെപ്പോളിയനെ മനസ്സിലാക്കേണ്ടത്, ഇത് മനുഷ്യനെ എന്നെ ഒരു എന്താ പറയുക, മനുഷ്യന്റെ ഒരു ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടല്ലോ ഒരു അറമ്പറ്റൽ എന്ന് പറയും. നെപ്പോളിയൻ ആദ്യ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത്ര ഒരാളെ നാട് കടത്താൻ പറ്റിയ നാട് സെയിന്റ് ഹെലാനാസ് ദ്വീപാണ്. അവിടെ പോയ ഒരാൾക്ക് പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. അപ്പൊ വല്ലാതെ വികൃതിയുള്ള ആളുകളൊക്കെ എങ്ങോട്ട് നാട് കടത്താം, സെയിന്റ് ഹെലാനാസിലേക്ക് നാട് കടത്താം എന്ന് വളരെ കൃത്യമായ, നെപ്പോളിയൻ നാട് ആക്രമിക്കുന്നതിന് മുമ്പ് ആ നാട്ടിനെ കൃത്യമായ അതിനെ ജോഗ്രഫിക്കലും ഹിസ്റ്റോറിക്കലുമായി പഠിക്കാതെ ആ നാട്ടിലേക്ക് കാലെടുത്തിക്കൂല. അതുകൊണ്ടാണ് 200ഓളം യുദ്ധങ്ങൾ ജയിക്കാൻ കഴിഞ്ഞു. കൃത്യമായി ഇതൊന്നും രാജാക്കന്മാർക്ക് സ്വാഭാവികം ഉണ്ടാവില്ല. ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ എപ്പോഴും പണ്ഡിതന്മാരെ കൂടെ കൊണ്ടു നടക്കും. ഇപ്പൊ മിസ്രിലേക്ക് വന്നപ്പോഴും പണ്ഡിതന്മാർ കൂടെ ഉണ്ട്. എന്നിട്ട് പിന്നെ മിസ്രിലെ, ഇപ്പം ഞാൻ സയ്യിദുൽ ബക്കരി എന്ന ഒരാളെ പറ്റി പറഞ്ഞു, മിസ്രിലെ പണ്ഡിതന്മാർ സഹായികളായി ആർക്ക്, നെപ്പോളിയന്. അവരെ കൂടെ കൂട്ടി. പണ്ഡിതന്മാരൊക്കെ വല്ലാത്ത ബഹുമാനാണ്, പഠിക്കുന്നവരോട് പ്രത്യേകിച്ചും. അപ്പൊ അതിനൊക്കെയുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എന്താ പറയാ പഠനം, അന്വേഷണം, പിന്നെ യൂറോപ്പിന്റെ ഒരു എന്താ പറയാ യൂറോപ്പിന്റെ ഒരു ഹൃദയമില്ലായ്മ, ആ ഹൃദയമില്ലായ്മയെ കുറിച്ചുള്ള ധാരണ. പിൽക്കാലത്ത് പഠിച്ചതാണ്. സ്കൂളിൽ വലിയ മികവുള്ള ആളൊന്നുമല്ല. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്, ലോക ചരിത്രത്തിൽ ചരിത്രം രചിച്ചൊക്കെ ഒന്നിരിക്കൽ സ്കൂളിൽ പോകാത്ത ആളുകൾ, അല്ലെങ്കിൽ ആവറേജിന്റെ താഴെ പഠിച്ച ആളുകൾ, മികവ് കാട്ടിയ ആളുകൾ ജോലിക്കാരായി പോയി. ജോലിക്കാർ ഒന്നിനും പ്രസവിക്കൂല. എൻ്റെ കൂടെ വരി.